അതെ എല്ലാവരും കാണിച്ച് ചോദിക്കുന്ന ലിയോയുടെ കാര്യം. ഇതാണ് ഞങ്ങളുടെ ലിയോപ്പൻ. ഞങ്ങളുടെ ലിയോപ്പനാണ് ഇവിടെ ഉള്ളത്. ലിയോ ആണത്, നമ്മുടെ പട്ടിയാണ് ആക്ച്വലി. ലിയോ ഉണ്ട്, ജോർജും ഉണ്ട്. ജോർജ് നമ്മുടെ പൂച്ചയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയൊരു പട്ടീനെ മേടിച്ചിട്ടുണ്ട്, പോമറേനിയൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ ഒരു ഫ്രണ്ട്. ഓക്കെ, നല്ല തണുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഡബിൾ പാലൂരിന്റെ യൂട്യൂബ് ചാനലിലേക്കുള്ള മാന്യ പ്രേക്ഷകർക്കും വലിയ സ്വാഗതം. സോ ഇതൊരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ മീൻകറിയൊക്കെ മേടിച്ചു വന്ന് ഫ്രണ്ട്സിലേക്ക് എല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ പെറുക്കി കഴുകി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓഫ് ഡേ ആണ്, അപ്പം ജസ്റ്റ് വന്ന് കയറിയതുള്ളൂ. നമ്മൾ ഇന്ന് നമ്മുടെ കേരള സ്റ്റൈലിൽ തക്കാളി ഇട്ട് അടിപൊളിയായിട്ട് മീൻകറി വെക്കാൻ പോകണം. അപ്പോൾ വെൽക്കം ടു ഡബിൾ പാലൂർ വേൾഡ്. ഡബിൾ പാലൂർ വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. This is actually a very interesting channel about food travel, pilgrimage, jewelry, and a lot more on the way. So definitely do subscribe and support my channel. Dublin Malur. This is Jasmine Lewis. You're definitely going to enjoy the contents of my channel and support me if you can. Okay. കൊടംപുളി നമ്മുടെ കയ്യിലില്ല. പക്ഷേ കൊടംപുളി ഞാൻ ഇവിടെ നിന്നൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കൊടംപുളി ഇട്ട് വെക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടൻ അടിപൊളി നല്ല ഉരുണ്ട തക്കാളി ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മുടെ കേരളത്തിൽ വെക്കുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ ആവുന്ന ദിവസം നോക്കാം. ഞാൻ രാവിലെ തന്നെ കുക്കിംഗ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പതുക്കെ ചെയ്യാൻ വിചാരിച്ചു. ക്ഷീണാത്തമാരി നാളെ നമുക്കൊരു ട്രെയിനിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് കുറച്ച് ബിസി ഒക്കെ ആവും നാളെ. അപ്പോൾ നമുക്ക് ഇത് ഓടി തന്നെ സ്റ്റാർട്ട് ചെയ്ത് നാളെ എല്ലാം ഫിനിഷ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് രാവിലെ വന്നപ്പോൾ തൊട്ടൊരു ചുമയും കാര്യങ്ങളൊക്കെ എന്നാന്ന് അറിയില്ല. ജസ്റ്റ് ഇന്ന് തണുപ്പിൻ്റെയൊക്കെ ആയിരിക്കും തോന്നുന്നു. ഉള്ളിൽ ചൂടും പുറത്ത് തണുപ്പൊക്കെ ഇല്ല. അപ്പോൾ അതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മീൻ കൂട്ടാൻ ഉണ്ടാക്കാനുള്ളതിൻ്റെ, മീൻ കറി ഉണ്ടാക്കാനുള്ളതിൻ്റെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. വെച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇച്ചിരി നമ്മുടെ നാട്ടിൽ ഉള്ളി ഇടാൻ ഞാൻ സവോളയൊക്കെ ഇട്ടിട്ട് ഗ്രേവി ഉണ്ടാക്കാനൊക്കെ പോകുന്നു കേട്ടോ. സ്ട്രെയിഞ്ച് ആണെന്ന് തോന്നും വേണ്ട. നമ്മൾ പലരും കുക്ക് ചെയ്യുന്നത് പല രീതിയിലല്ല കുക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വലിയ സ്ട്രെയിഞ്ചൊന്നുമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നോക്കാം. ഇത് ഒരു 3 തക്കാളി ഞാൻ എടുക്കാം. 3 ചുവന്ന സവോള ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 തക്കാളി എടുക്കുന്നുണ്ട്. പച്ചമുളകൊന്നുമില്ല. പച്ചമുളകിന് പകരം നമ്മുടെ നാടൻ മുളക് പൊടി ഉണ്ട്. മുളക് പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ചുമന്നുള്ള കറി ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ എന്നാലും തേങ്ങയുടെ ഒരു പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല എന്താണെന്ന്. അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വീട്ടിൽ ആരും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി വീട് ഫ്രീ ആണ്. ഇപ്പോൾ മണമുള്ള ഇച്ചിരി കറികളൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അതൊക്കെ നേരത്തെ ചെയ്ത് വെക്കാൻ വിചാരിച്ചതാണ്. രാവിലെ തന്നെ വേറെ ഒന്നും നോക്കാതെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നാട്ടിലൊക്കെ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസ്. ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ കറി വെക്കുമ്പോൾ ഉലുവ കിട്ടല്ലേ കറി, പക്ഷെ ഉലുവ വരുമ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പം നമ്മുടെ ഇവിടെ അവൈലബിൾ എന്തൊക്കെയായിട്ടുള്ളതാണ് അതൊക്കെ എടുക്കാണ് കഴിക്കാനായിട്ട് പോകുന്നത്. മാക്സിമം നാം വിചാരിക്കണം നോക്കാം. അപ്പോൾ മീൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സവോള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പാക്കി എടുത്തിട്ട് നമുക്ക് കട്ടി കുറച്ച് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഏറ്റവും കട്ടി കുറച്ച് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം എന്നാലും പെട്ടെന്ന് അത് ഉണ്ടായി വരില്ല. പെട്ടെന്ന് അത് ഗ്രേവി ആയിട്ട് കട്ടി കുറച്ച് സവോള ഇട്ട് മീൻകറി സാധാരണ ഉണ്ടാക്കാറുണ്ടല്ലേ. സാധാരണ ഞാൻ വീട്ടിലൊക്കെ കുഞ്ഞുള്ളി വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുഞ്ഞുള്ളിയൊക്കെ മേടിക്കണമെങ്കിൽ അത്ര കൊണ്ട് പണയം വെക്കണം. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുള്ളി ഞാൻ മേടിക്കാൻ പോയില്ല. സവോള ആകുമ്പോൾ ഇച്ചിരി വിലക്കുറവുണ്ട്. അതുകൊണ്ട് മേടിക്കാൻ വിചാരിച്ചു. ഇതെല്ലാം കൂടെ എനിക്ക് പറയാം.
സവോളയാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മുടെ കണ്ണിൽ കുറച്ച് വെളിയിൽ വരുന്നത് ഈ സവോളയിൽ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഇടത്തരം സവോള ചുവന്ന ഉള്ളിക്ക് ഒന്നിക്കൊക്കെ നീളമാണ്. നമുക്കറിയാം എനിക്ക് കൈയെ പിടിച്ച് അറിയാൻ വേണ്ടി നല്ല എക്സ്പെർട്ടാണ്. പാട് വീഴ്ത്താതെ തന്നെ കയ്യിൽ സാധനങ്ങളിലേക്ക് കഴിയുമ്പോൾ പാട് വീഴ്ത്താതെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ അറിയാം. ഒരുപാട് വീഴില്ല. അപ്പോൾ നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാനുള്ള മീൻ ഞാൻ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ മേടിക്കുന്ന ദിവസം ഫ്രോസൺ ചെയ്ത് വെക്കുകയാണ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലെ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കറി വയ്ക്കാം. നമ്മുടെ തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ രണ്ട് സാധനങ്ങളാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഡീഫ്രോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മീൻകറി വെക്കാനുള്ള സവോളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് വഴറ്റി എടുത്ത് വെക്കാം. അതുപോലെ തന്നെ മീൻ ഇവിടെ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കുക ഒന്ന് റീഫ്രോസ്റ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് റെഡി ആക്കിയിട്ട് ഗ്രേവി ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഏകദേശം ആരംഭിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ സവോള ഒന്ന് വഴറ്റി നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നമുക്ക് നോക്കാം. അടുപ്പത്തേക്ക് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇച്ചിരി എണ്ണയും അതുപോലെ ഉപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് സവോള അതിൽ ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം എടുക്കും. നമുക്ക് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കൂടെ കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടണം. വഴറ്റിയെടുക്കാം. മീൻകറി വെക്കാനുള്ള ഗ്രേവിയൊക്കെ ഇവിടെ അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇച്ചിരി ഉപ്പും സവോളയും എടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം പൊടികൾ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പിലില്ല, അതുപോലെ തന്നെ പുളിയില്ല, അങ്ങനെ ഒരു സാധനമില്ല. പക്ഷെ നമ്മൾ ഉള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടൊരു തട്ടിക്കൂട്ട് മീൻകറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ ഇപ്പം എല്ലാ കാര്യം വെച്ചുകൊണ്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കുന്നത് നടക്കുന്ന കാര്യമല്ല. നോക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് ഗ്രേവി പോലെ ആക്കി തക്കാളി ഇട്ട് കൊടുത്തു, തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു, അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉപ്പും ഒക്കെ നോക്കിയതിന് ശേഷം പതുക്കെ തിളച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ട് മീൻ. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ അത്യാവശ്യം നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ കഷ്ണങ്ങൾ പതുക്കെ ഇട്ട് കൊടുക്കാം. ഒന്നോടെ ഒന്ന് ഉപ്പ് നോക്കിയേക്കാം. കൂടിയില്ലേ? ഉപ്പിൻ്റെ കുറവുണ്ട്. ആ കുറവുള്ള ഉപ്പും കൂടെ നമുക്ക് നികത്തിയിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ആവശ്യം ചാറായിട്ടിരിക്കട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഓക്കെ, അപ്പൊ നമ്മുടെ മീൻകറിയുടെ ചാറെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ
അപ്പോൾ നമ്മൾ മേടിച്ച ചാളയുണ്ട്, പിന്നെ സീബ്രീമോ സംതിങ് അങ്ങനെ ഒരു മീൻ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കഷ്ണമാക്കി അടിപൊളിയായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി. തല ഉൾപ്പെടെ മേടിച്ചേക്കണം. ഇട്ട് കൊടുക്കാം. ഇന്നിപ്പോൾ എല്ലാം കൂടെ ഉണ്ടാക്കുന്നില്ല, അത്യാവശ്യം നമുക്ക് വേണ്ടത് പിന്നെ ഒരു ദിവസം കഴിക്കാനുള്ള ഉണ്ട്. കറി വയ്ക്കാനുള്ള ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചാളയും അതുപോലെ തന്നെ ഈ മറ്റേ മീൻ കൂടെ ഇട്ടുള്ളൂ. നമ്മൾ 2 മീൻ കൂടെ ഇട്ട് കൊടുക്കും. നമുക്ക് വേവട്ടെ. ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിട്ട് വന്നിട്ടുണ്ട് ഇരിക്കുമല്ലായിരുന്നു. ഇനി നമുക്കിനകത്ത് കിടന്ന് വെന്ത് വരട്ടെ. ഇതിൻ്റെ വെള്ളം ഉണ്ട്, അത് മണി അധികം ഒഴിച്ചേക്കാം. മുട്ടയും കൂടെ കൂടിയതാണ്, അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നത്. മുട്ടയും കൂടെ കൂടിയ വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാള മീൻകറിയും അതുപോലെ തന്നെ മറ്റ് 2 കഷ്ണമുണ്ട്. സീബ്രീമോ അങ്ങനെ ഒരു മീൻ കൂടെ ഉണ്ട് കേട്ടോ. പേര് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും അത് നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുവാണ്. കറിക്കൊരു ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ രുചി എന്തോരം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മുടെ ഫൈനൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? നല്ല കളറൊക്കെ ആയിട്ട് മീനൊക്കെ വെന്ത് സെറ്റപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ബാക്കിയുള്ള വേവട്ടെ. ബാലൻസ് നമുക്ക് ചോറുണ്ടാക്കാനുണ്ട്, ബാലൻസ് കറികളൊക്കെ ഉണ്ടാക്കാനുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. മീൻകറിക്ക് അപ്പോൾ ഞാൻ ബാസ്മതി റൈസ് സാധാരണ ബാസ്മതി റൈസ് അത് ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം വേഗത്തിൽ എളുപ്പം വെന്ത് ഒരുപാട് റൈസ് കഴിക്കാൻ കൂടുതൽ കഴുകിയെടുത്തിട്ട് അരി കൊണ്ട് തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കനൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പം ചിക്കനുണ്ട്, അച്ചാറുണ്ട്. അച്ചാറുണ്ടാക്കി ഒരാള് പിന്നെ നമ്മുടെ മേടിച്ച അച്ചാർ ഇരിപ്പുണ്ട്. അത് തൽക്കാലം പക്ഷെ അവരുണ്ടാക്കിയ അച്ചാർ അടിപൊളിയാണ്. നന്നായിട്ട് വേറെ ആളായതുകൊണ്ട് നമുക്ക് മേടിച്ചു കൊടുത്താലും അടിപൊളി അച്ചാറായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചോറുണ്ടാക്കിയിട്ട് മൊത്തം കെട്ടിപ്പോയി. അത് കറക്റ്റ് ആ വെള്ളത്തിൻ്റെ ശരിയായിട്ടാണ് നടക്കാൻ പോയില്ല. എല്ലാ ദിവസവും നടക്കാൻ പോകുന്നതാണ് രാവിലെ. ഇവിടെ ഒരു പാർക്ക് വിദേശത്ത് കണ്ടിട്ടുണ്ടാവും. വീഡിയോ എടുത്തായിരുന്നു. സാധാരണ നടക്കാൻ പോകാറില്ല. നടക്കാൻ പോകാൻ പറ്റിയില്ല. കാരണം ചോറ് കറി ഉണ്ടാക്കുന്ന ആവശ്യമായതുകൊണ്ട് എങ്ങനെ മാറുന്നു ഇവിടെ കഴിഞ്ഞത് നടക്കാൻ പോകുന്നത്. എന്നാലും ഇപ്പം ചോറും കറി ഉണ്ടാക്കാൻ അപ്പോൾ നമ്മുടെ മീൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയതിൻ്റെ കൂടെ പറഞ്ഞാലും കിട്ടണമല്ലോ. മീൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയതിൻ്റെ കൂടെ തന്നെ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ചിക്കനും മീൻകറിയും അതുപോലെ തന്നെ നമ്മുടെ അച്ചാറിനെ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുന്നത്. കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കറിവേപ്പിലയും പുളിയൊന്നും ഇട്ടാതെ തന്നെ ഉണ്ടാക്കിയത്, പക്ഷേ എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ എൻ്റെ കഞ്ഞിയൂട്ടിലൊന്ന് കാണേണ്ടത് തന്നെയാണ്. ജസ്റ്റ് ചോറ് വെച്ചു. ഊറ്റാനാണെങ്കിൽ നമുക്ക് തുളപ്പാത്രം ഇറങ്ങുന്നില്ലാത്തതുകൊണ്ട് എൻ്റെ കൂട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ
തുറയുള്ള ഈ സൈഡ് തുറയുള്ളതാണ് ഈ ഒരു കടയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കഞ്ഞി വെള്ളം വാങ്ങുന്ന സ്ഥലമാണ് കടയെടുക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഞാൻ പിന്നീട് വെള്ളം കളയാറ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടേക്ക് അതിൻ്റെ വെള്ളം പോകുമ്പോൾ നമുക്ക് വെള്ള സൗകര്യം കൊണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. അപ്പം മീൻകറി റെഡിയായി, ചോറ് റെഡിയായി, കാര്യങ്ങളൊക്കെ റെഡിയായിട്ടാണ് നമുക്ക് ചോറ് സാധനമുണ്ട്. കേരളത്തിലാണ് എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുകയാണ്. കേരളത്തിൽ ഹണി റോസിന്റെ എന്താ പറയാ കുറെ സ്ത്രീകൾ ഫാഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ബട്ട് നമ്മൾക്ക് ഒരു സത്യത്തോടു കൂടി ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത് നമ്മളൊരു ആസ് എ പേഴ്സണാലിറ്റി ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നുന്നത്. നമ്മൾ വലിയൊരു സമൂഹത്തിലാണ് താമസിക്കുന്നത്. അപ്പം അതിന് സത്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രയോജനം ഒരു വലിയ കാര്യമാണ്. അതുപോലെ ഇപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം എടുത്ത് നോക്കിയെങ്കിൽ നമുക്കറിയാം, പുള്ളി പറയുന്ന വാക്കുകൾ ഹാസ് ടു ബി, അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട വാക്കുകൾ തന്നെയാണ്. ഒരുപാട് ഡബിൾ മീനിങ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാ സദസ്സുകളിലും പോയിട്ട് ചെറിയ പിള്ളേരോടൊന്നില്ല, വലിയവരോടൊന്നില്ല, പ്രായമായിട്ടുള്ളവരോടൊന്നില്ല, അങ്ങനെ എല്ലാം പറയുന്ന ഒരു രീതിയാണ് ബോബി ചെമ്മണ്ണൂരിനുള്ളത്. സോ വിച്ച് ഇസ് എ കംപ്ലീറ്റ്ലി നോട്ട് അക്സെപ്റ്റബിൾ ഫാക്ട്. അതൊരു നോട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഹണി റോസ് പോലുള്ള സിനിമയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഒരു മാതൃകയാവേണ്ടവരാണ് അവർ. സോ അവരിങ്ങനെ വൾഗറായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് വരുന്നത്, വൾഗർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറയോട് വൾഗർ എന്നുള്ള വാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിന് മേലെ കയറിയിരിക്കുന്ന ടൈപ്പാണ്. പക്ഷെ എന്നാലും നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന, സമൂഹത്തിൽ സഭ്യതയായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ അറ്റൻഡ് ചെയ്യുന്ന ചടങ്ങുകൾ അങ്ങനത്തെ ചടങ്ങുകളൊക്കെയാണ് മോസ്റ്റ്ലി ഉള്ളത്. ഇപ്പം നമ്മളൊരു ഷോയ്ക്ക് പോകുന്ന പോലെ അല്ലല്ലോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഓഡിയൻസിനാണ് നമ്മളത് അതിനധികം അട്രാക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ കാണുന്നതൊക്കെ. അപ്പം ആസ് എ പേഴ്സൺ ഐ വുഡ് സേ ഹണി ഓൾസോ ഹാവ് like a great responsibility to act in a proper way, to dress in a proper. It's her freedom, of course. ഒരാളുടെ ഫ്രീഡം തന്നെയാണ്. But at the same time we also have a responsibility towards society to a certain extent. So രണ്ടും ഇപ്പം എനിക്ക് രാഹുൽ വെച്ചിട്ട് പറഞ്ഞതിനോട് ഭയങ്കര യോജിപ്പാണ്. കാരണം അവരുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നു. ബട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ I don't think it can be acceptable. അവരുടെ അഭിപ്രായം എങ്ങനെയായിരിക്കും? അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് കേൾക്കുന്നത് അല്ലേ. സോ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ബാക്കി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതണം. കാലാവസ്ഥ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകണം. എന്തായാലും ഇവിടെ നല്ല ഒടുക്കത്ത് തണുപ്പാണ്. ഉള്ളിൽ തണുപ്പില്ല, ഹീറ്ററോളം തണുപ്പില്ല, പുറത്ത് നല്ല തണുപ്പുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം അത്ര തണുപ്പില്ല, പക്ഷെ എന്നാലും തണുപ്പാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ അടിപൊളി മീൻ കറി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് നിങ്ങളോട് പറയാം. നമുക്ക് നല്ല മുളകും ഉപ്പം എല്ലാം പിടിച്ച് വരുന്നുള്ളൂ. അവിടെ പിടിച്ചിട്ടില്ല, പക്ഷെ പിടിച്ച് വരുന്നുള്ളൂ. ജസ്റ്റ് ടേസ്റ്റ് നോക്കാം. ഓക്കെ, നല്ല കുളപ്പനാണ്. കുടംപൊടിയൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ എന്നാൽ കൂടിയും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാപ്പത്തിൻ്റെയൊക്കെ ഫുൾ ടേസ്റ്റാണ്. പല സ്ഥലത്തേക്ക് മീൻ വെക്കുന്നതിന് പല രീതിയുണ്ടല്ലോ. ഈ രീതി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അടിപൊളി. ഞങ്ങളുടെ ലിയോഫിനാണ് ഇവിടെ. ലിയോ ആണത്, നമ്മുടെ പട്ടിയാണ് ആക്ച്വലി. ലിയോ ഉണ്ട്, ജോർജും ഉണ്ട്. ജോർജ് നമ്മുടെ പൂച്ചയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയൊരു പട്ടിനെ മേടിച്ചിട്ടുണ്ട്. പോമറേനിയൻ മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ ഒരു ഫ്രണ്ട്. ഓക്കെ, പൊക്കോ നല്ല അവൻ തണുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ട്, ചോറൊക്കെ റെഡി ആയിട്ട്, നല്ല അടിപൊളി ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇച്ചിരി ചിക്കനും കൂടെ ഇന്നലെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഞാനിവിടെ നമ്മുടെ ഓവനിൽ വെച്ചേക്കുവാണ് ചൂടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ നല്ല അച്ചാറൊക്കെ ഉണ്ട്. കൂട്ടി നല്ല അടിച്ച് പൊളിച്ച് ഒന്ന് ഒരു പിടുത്തം പിടിക്കാൻ പോകണം കേട്ടോ. നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല